ശബരിമലയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമവും അതിന് പിന്നാലെയുണ്ടായ NSS, SNDP എന്നീ സമുദായ സംഘടനകളുടെ LDFിനോട് ചായുന്ന നിലപാട് മാറ്റവുമാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. സംഗതി BJPക്ക് കിട്ടാൻ പോകുന്നത് 8ന്റെയും 16ന്റെയും ഒക്കെ പണിയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു അങ്കലാപ്പും BJPക്ക് ഇല്ല എന്ന് മനസ്സിലാക്കിക്കോളൂ. ദീർഘകാലാടിസ്ഥാനത്തിൽ ഇതിന്റെ ഗുണഭോക്താക്കൾ BJP ആയിരിക്കുമോ എന്നുകൂടി ആലോചിച്ചാൽ മതി. ഇപ്പോഴത്തെ നീക്കങ്ങളിൽ BJPക്ക് ഒരു ആശങ്കയും ഇല്ല എന്നും മറിച്ച് അവർക്ക് സന്തോഷം പകരുന്ന ഒന്നാണ് എന്നുകൂടി മനസ്സിലാക്കണം. അതിന് ചില കാരണങ്ങളുണ്ട്, വഴിയെ വിശദീകരിച്ചു പറയാം. ഇനി ഇതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ചുകൂടി ഒന്ന് പറഞ്ഞു പോകണം. ഒന്ന്, CPM ഇത് മനസ്സിലാക്കിയിട്ടും മനസ്സിലാകാത്ത പോലെ പൊട്ടൻ കളിച്ചു നടക്കുന്നു. 2, കോൺഗ്രസ് ഇത് തിരിച്ചറിഞ്ഞിട്ടില്ലായിരിക്കാം. തിരിച്ചറിഞ്ഞ് എത്രയും നേരത്തെ തിരുത്തിയാൽ അത്രയും നല്ലത്. ഇന്ത്യയിൽ കേന്ദ്രത്തിൽ BJP ഭരിക്കാൻ തുടങ്ങിയിട്ട് ഒരു പതിറ്റാണ്ട് പിന്നിട്ടു. ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങളും ഭരിക്കുന്നുമുണ്ട് BJP. എന്നാൽ കേരളം എന്നും അവർക്കൊരു ബാലികേറ മല തന്നെയാണ്. ആ ബാലികേറ മല കീഴടക്കാനുള്ള സ്ട്രാറ്റജികളുമായി BJP കേരളത്തിൽ കുളം കലക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പുകൾ മുതലാണ്. ഇതിനിടയിൽ ഒരു തവണ 2016 കേരള നിയമസഭയിൽ പ്രാതിനിധ്യമുണ്ടാകുകയും ചെയ്തിരുന്നു. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ CPM ആ അക്കൗണ്ട് പൂട്ടിക്കെട്ടിച്ചുവെങ്കിലും അതിന്റെ അനുരണനങ്ങൾ ഇല്ലാതായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് NSS, SNDP വോട്ടുകൾ LDFിന് പോയാൽ പോലും കുഴപ്പമില്ല എന്നും BJPയുടെ വരുംകാല പൊളിറ്റിക്കൽ സ്ട്രാറ്റജിക്കുള്ള അനുകൂല രാഷ്ട്രീയ അന്തരീക്ഷമാണ് അതെന്നുമുള്ള തരത്തിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടാകുന്നത്. ഒരുപക്ഷെ BJPയുടെ കേരള സംസ്ഥാന കമ്മിറ്റികൾ ആലോചിച്ച് ഉറപ്പിച്ചെടുത്ത തീരുമാനം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരമൊരു നിലപാടിലേക്ക് BJP എത്തുന്നത് എന്ന് കരുതേണ്ടി വരും. BJP പറഞ്ഞത് പ്രകാരം വെള്ളാപ്പള്ളി നടേശൻ എടുത്ത നിലപാടായിട്ടാണ് SNDPയുടെ നിലപാടും അതോടൊപ്പം തന്നെ NSSന്റെ നിലപാട് മാറ്റവും കാണേണ്ടത്. BJP പറയുന്നതിനനുസരിച്ചാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്. അതിനർത്ഥം BJPയാണ് വെള്ളാപ്പള്ളി നടേശനെയും SNDPയെയും മുന്നിൽ നിർത്തി തന്ത്രങ്ങൾ മെനയുന്നത് എന്ന് സാരം. അതുകൊണ്ടാണ് NDAയുടെ ഭാഗമായിരുന്നു കൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി LDFന് പിന്തുണ പ്രഖ്യാപിക്കുന്നതും മുഖ്യമന്ത്രിക്കൊപ്പം കൈകോർത്ത് നടക്കുന്നതും ഒപ്പം മുഖ്യമന്ത്രിയെ പരസ്യമായി അയ്യപ്പ ഭക്തൻ എന്നിവരെ ആക്കിയതും. അതിലൊന്നും NDAയ്ക്കോ BJPക്കോ എതിർപ്പില്ലാത്തത് അവർ തന്നെ മെനഞ്ഞു നടപ്പാക്കുന്ന തന്ത്രമായതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് NSSന്റെയും SNDPയുടെയും നിലപാടിന്റെ മറപിടിച്ച് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു രാഷ്ട്രീയ പദ്ധതിയുണ്ട് BJPയുടെ മനസ്സിൽ. അത് വളരെ ദീർഘകാലത്തേക്ക് മനസ്സിൽ കണ്ടുകൊണ്ടുള്ളതാണ്. അതായത് അടുത്ത ഒരു 10 വർഷത്തേക്ക് വേണ്ട കർമ്മ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള സ്ട്രാറ്റജിക് പ്രവർത്തനങ്ങളാണ് BJP നടപ്പാക്കാനിരിക്കുന്നത്. 2036 നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കാൻ വേണ്ട എല്ലാ പദ്ധതികളും അവർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. തങ്ങളുടെ ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിക്ക് അനുകൂലമായ അന്തരീക്ഷമാണ് കേരളത്തിൽ ഉള്ളത് എന്നും BJP കണക്കുകൂട്ടുന്നു. LDFനെ പിന്തുണയ്ക്കണമെന്നും ഈഴവ വോട്ടുകൾ LDFന് കിട്ടുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നും അതുവഴി 2026 LDFന് തുടർഭരണം കിട്ടിയാലും കുഴപ്പമില്ല എന്നുകൂടി BJP ചിന്തിക്കുന്നുണ്ട്. അതിനനുസരിച്ചാണ് തന്ത്രങ്ങൾ നീക്കുന്നത്. കഴിഞ്ഞ ദിവസം BJP നേതാവ് V. മുരളീധരൻ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കണ്ട് ചർച്ച നടത്തിയിരുന്നല്ലോ. പിണറായിയെ പ്രശംസിച്ചതിനെ വെള്ളാപ്പള്ളിയെ ശാസിക്കാനോ LDFുമായി അടുക്കുന്ന വെള്ളാപ്പള്ളിയെ അനുനയിപ്പിക്കാനോ ആകും മുരളീധരൻ കൂടിക്കാഴ്ച നടത്തിയത് എന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. LDFനുള്ള പിന്തുണ കൂടുതൽ ശക്തമായി തുടരാനും നിലപാട് ഒന്നുകൂടി കടുപ്പിക്കാനുമായിരിക്കും മിക്കവാറും V. മുരളീധരൻ പറഞ്ഞിട്ടുണ്ടാകുക. കാരണം വീണ്ടും LDFന് ഒരു തുടർഭരണം ലഭിക്കുന്നത് കേരളത്തിൽ അധികാരത്തിലെത്താനുള്ള തങ്ങളുടെ നീക്കങ്ങൾ അത് എളുപ്പത്തിലാക്കുമെന്നും BJP കണക്കുകൂട്ടുന്നു. 2014 കേന്ദ്രത്തിൽ BJP അധികാരത്തിലെത്താൻ എത്രയോ വർഷങ്ങളായി അവർ നടത്തിയ വർഗീയ ധ്രുവീകരണങ്ങളും രാഷ്ട്രീയ തന്ത്രങ്ങളും ഏതു തരത്തിലായിരുന്നുവെന്ന് നമ്മൾ കണ്ടതാണ്. പതിയെ പതിയെ നുഴഞ്ഞു കയറുന്ന ആ രാഷ്ട്രീയ നീക്കം തന്നെയാണ് അവർ കേരളത്തിലും പരീക്ഷിക്കാൻ ഒരുങ്ങുന്നത്. നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യം 10 വർഷങ്ങൾക്കപ്പുറം തങ്ങൾക്ക് അധികാരത്തിലെത്തുന്നതിന് സഹായകരമാകുമെന്നാണ് BJP കണക്കുകൂട്ടുന്നത്. അതിന് ബലം പകരുന്ന രീതിയിൽ NSSന്റെ നിലപാട് മാറ്റവും SNDPയുടെ തുറന്ന LDF പിന്തുണയും ഗൗരവത്തോടെ തന്നെ കാണണം. ഒപ്പം BJPയുടെ ഈ രാഷ്ട്രീയ നീക്കം മുന്നിൽ കണ്ടിട്ടോ എന്തോ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് പറഞ്ഞ കാര്യത്തെയും ഗൗരവത്തിലെടുക്കാതെ പറ്റില്ല. ഗോവിന്ദൻ മാഷ് പറഞ്ഞ കാര്യമോ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഭൂരിപക്ഷ വർഗീയ പ്രീണനത്തിന്റെ അപകട സാധ്യതയോ ആരൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് അറിയില്ല.
UDFിനെ നയിക്കുന്നത് ലീഗാണ് എന്നും കോൺഗ്രസിനെ അപ്രസക്തമാക്കി ലീഗ് മുന്നേറ്റം നടത്തുമെന്നുമുള്ള പ്രസ്താവന BJPയുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കണ്ടറിഞ്ഞു തന്നെയാണ്. അതിന്റെ ലക്ഷ്യം ഭൂരിപക്ഷ ജാതികളെയും വിഭാഗങ്ങളെയും പ്രീണിപ്പിക്കാനും ഒപ്പം നിർത്തുന്നതിനുമാണ്. BJPയുടെ ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയും CPMന്റെ പ്രീണന നിലപാടുകളും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അങ്കലാപ്പുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. അതിനെ കോൺഗ്രസ് ജാഗ്രതയോടെ കാണാനും രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തടയിടാനും കോൺഗ്രസ് തയ്യാറാകണം. എത്രയും നേരത്തെ ഈ അപകട രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ് തിരുത്താൻ കോൺഗ്രസ് തയ്യാറായാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ സമീപഭാവിയിൽ കാത്തിരിക്കുന്നത് എന്താണ് എന്ന് പോലും പ്രവചിക്കുക അസാധ്യം. BJPയുടെ ഈ ഡേഞ്ചറസ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കണ്ടറിയാത്തതോ അതോ അറിഞ്ഞിട്ടും CPM പൊട്ടൻ കളിക്കുന്നതോ എന്നൊന്നും അറിയില്ല. രണ്ടായാലും CPMന്റെ ഈ സമുദായ കാർഡ് പൊളിറ്റിക്കൽ ഗെയിം അത്ര നല്ലതല്ല. അതായത് ഇതുവരെ കണ്ടതൊന്നുമല്ല, കാണാനിരിക്കുന്നതാണ് രാഷ്ട്രീയ കളികൾ.